ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇതാ കണ്ടില്ലേ, നമ്മൾ ഇഷ്ടംപോലെ മീനുകളെ വളർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ കൂടെ കുറച്ച് പച്ചക്കറികളും വളർത്തണമെന്ന്. കാരണം നമ്മൾ ഈ ഒരു കുളത്തിലെ വെള്ളം ഒരു വീക്കിലി ഒരു 2 തവണയെങ്കിലും നമ്മൾ വെള്ളം കളയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം യൂസ് ചെയ്ത് പച്ചക്കറി വളർത്തിയെടുക്കാനാണ് നമ്മുടെ പ്ലാൻ. അതിനായി നമ്മൾ 3 പാക്കറ്റ് വിത്തുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഹൈബ്രിഡ് വിത്തായിരുന്നു നമ്മൾ വാങ്ങിയിരുന്നത്. അതിനായി നമ്മളിതാ ആദ്യം ഈ കാണുന്ന ഗ്രോ ബഡിൽ കിളിപ്പിച്ചതിന് ശേഷം മാറ്റി നടാനായിരുന്നു നമ്മുടെ പ്ലാൻ. അങ്ങനെ ആദ്യം നമ്മൾ ഈ ഗ്രോ ബഡിൽ കുറച്ച് മണ്ണിട്ട് നിറച്ചു. പിന്നീട് നമ്മൾ ഇതിലേക്ക് ഓരോ വിത്ത് വീതം നടാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ആദ്യം നമ്മളിതാ പയറാണ് വെച്ചിരുന്നത്. അതിനുശേഷം നമ്മൾ തക്കാളിയും വഴുതനയും നട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പരീക്ഷണാടിസ്ഥാനമായതുകൊണ്ട് ഈ ഒറ്റ ഗ്രോ ബഡിൽ ചെറുതായിട്ട് വളർത്തിയെടുത്ത് അതിന് ശേഷം വലുതാക്കാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. അങ്ങനെ ഗ്രോ ബഡിൻ്റെ എല്ലാ ഹോളും നമ്മൾ ഫില്ല് ചെയ്തു. പിന്നെ ലേശം അതിൻ്റെ മുകളിലേക്കൊന്ന് മണ്ണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ പ്രധാന അജണ്ട എന്താണെന്ന് വെച്ചാൽ അധികം വളമൊന്നും ഇടാതെ നമ്മുടെ കുളത്തിൽ ആ ഒരു വെള്ളം തന്നെ എടുക്കാമെന്നാണ്. നമ്മുടെ കുളത്തിൻ്റെ ഏറ്റവും നടുക്കൊരു സബ്മേഴ്സിബിൾ പമ്പ് ഇട്ടിട്ടുണ്ട്. അതായത് വേസ്റ്റ് വന്ന് അടിയുന്ന ഭാഗത്ത്. അപ്പോൾ അവിടുന്ന് വേണ്ടാത്ത സ്ലറി ആയിട്ടുള്ള വെള്ളമെല്ലാം നമ്മളത് വലിച്ചിങ്ങോട്ടെടുത്തു. ആ ഒരു വെള്ളമാണ് നമ്മളിത് നമ്മുടെ പച്ചക്കറി വിത്തുകൾക്ക് ഊറ്റിയിരുന്നത്. കാരണം അതിൽ വളവും എല്ലാം ഉണ്ട്, പെട്ടെന്ന് കിളുത്ത് വരും. ഇതാകണ്ടില്ലേ, നമുക്ക് വെറും 2 ദിവസം കൊണ്ട് കിട്ടിയ റിസൾട്ടാണ് ഇത്. അങ്ങനെ ഒരു 1 വീക്ക് ആയപ്പോഴത്തേനും ഏകദേശം നമ്മുടെ വിത്തുകളെല്ലാം നല്ല രീതിയിൽ കിളുത്ത് വന്നിരുന്നു. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു തടം എടുത്തിട്ടാണ് നമ്മൾ പച്ചക്കറി നട്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലും നമുക്ക് ഈ സൈഡിൽ കൂടെ നമ്മൾ പ്ലാൻ ചെയ്താലും വെള്ളം വിടാൻ പറ്റത്തുള്ളൂ. കണ്ടില്ലേ, നമ്മുടെ തൈകൾ അത്യാവശ്യം ഇത്രയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ തക്കാളിയാണ്, ഓരോന്ന് വെച്ച് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് നടന്നത്. അങ്ങനെ ഒരു അടുത്ത 1 വീക്ക് കൊണ്ട് നമ്മുടെ തൈകൾ കണ്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ കിളുത്ത് വന്നിരുന്നു. നമ്മളത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം നമ്മൾ ഇത്ര ഒരു റിസൾട്ട് പ്രതീക്ഷയല്ലായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ അങ്ങനെ പ്ലാൻ എല്ലാം തകർന്നിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ ഈ ചെടി നട്ടത് അറിയാതെ എല്ലാവരും വന്ന് ഇതങ്ങ് ചവിട്ടി നിരത്തി. സംഭവം നമ്മളിവിടെ ചെറിയൊരു തിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ തിട്ട് കെട്ടാൻ വന്നവർ അങ്ങോട്ടും ഇവിടെ കയറി ഇറങ്ങി പറ്റിയതാണ്. എന്തൊക്കെയായാലും നമ്മൾ ഇതുകൊണ്ട് തളരത്തൊന്നുമില്ല. നമ്മൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ എങ്ങനെ പോയാലും പച്ചക്കറി ഇനി വളർത്തിയെടുത്തിട്ട് നമ്മൾ അടങ്ങും. അതിനുവേണ്ടി ബാക്കി വീഡിയോ പുറകെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.